കഴിഞ്ഞ ക്ലീനിങ് വീഡിയോയിലുണ്ടല്ലോ തേജുവിന് ഇഞ്ചക്ഷൻ വെക്കാൻ പോവാന്ന് പറഞ്ഞപ്പോൾ കുറേ പേര് ചോദിച്ചു അവന് വേദന ഉണ്ടോ ഇല്ലേന്നൊക്കെ. അപ്പോൾ അതിനുള്ള റിപ്ലൈ നമ്മുടെ തേജു തന്നെ തരും കേട്ടോ. അപ്പോൾ അതേ കഴിഞ്ഞിട്ടുള്ള വരവാണ്. സൂചി കുത്തിയപ്പോഴാ പനി വരും കേട്ടോ. റെസ്റ്റ് എടുത്തോളന്ന്. റെസ്റ്റ് എടുക്കണം, പനി വരും. കാല് വേദനിക്കുണ്ടോ? അപ്പൊ വേദന ഇല്ലെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ പിറ്റേ ദിവസത്തേക്ക് നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇത് ഇന്നലത്തെ വീഡിയോയാണ്. പിന്നെ അവനൊരു ഭാഗത്തിരുത്തിയിട്ട് ഞാൻ വേഗം നമ്മുടെ ബാക്കി ക്ലീനിങ്ങിലേക്ക് കിടന്നു കേട്ടോ. അപ്പൊ വിൻഷായിട്ടുള്ളതുകൊണ്ടാട്ടോ അപ്പൊ എനിക്ക് ക്ലീനിങ്ങിലേക്ക് നിൽക്കാൻ പറ്റിയത്. അങ്ങനെ ഞാനിതേ നമ്മുടെ ഡൈനിങ്ങിന്റെ ഏരിയയും ഓപ്പൺ കിച്ചണിന്റെ അവിടെയും മാറാല തട്ടിൽ മാത്രമായിട്ടോ ചെയ്തുള്ളൂ. കബോർഡും കാര്യങ്ങളൊന്നും ക്ലീൻ ആക്കിയിട്ടില്ല. അതിനൊക്കെ കുറേ നേരം നിൽക്കേണ്ടി വരും. പിന്നെ അവന് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടേ. അപ്പൊ ഞാൻ ജസ്റ്റ് മാറാലകൾ മാത്രം ഇട്ടോ അവിടെ മാത്രം ഒന്ന് തട്ടി ഒതുക്കിയിട്ട് അടിച്ചൊരിട്ട് വേഗം തുടക്കിയാട്ടോ ചെയ്തത്. ഡൈനിങ്ങിന്റെ ഏരിയ എനിക്ക് വലിയ കാര്യമായിട്ട് ക്ലീൻ ആക്കാൻ ഉണ്ടാവാറില്ല കേട്ടോ. കാരണം നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ എപ്പോഴും അവിടെ ക്ലീൻ ആക്കി ഇടുന്നതാണ്. വാഷ് ബേസിന്റെ അവിടെ ആയാലും ഇവിടെയൊക്കെ ആയിട്ട്. പിന്നെ ജനലയുടെ അവിടെയാണ് ഒന്ന് തുടക്കാൻ ഉണ്ടാവാറ്. അങ്ങനെ വാഷ് ബേസിന്റെ അവിടെയൊക്കെ നന്നായി ക്ലീൻ ആക്കി മിററും കാര്യങ്ങളൊക്കെ തുടച്ചിട്ട് പിന്നെ നമ്മുടെ കർട്ടനും കാര്യങ്ങളൊക്കെ നീക്കിയിടുക കേട്ടോ. അതിന്റെ ഇടയ്ക്ക് ഇത് മണി പ്ലാന്റ് കയ്യിൽ ഊരി പോരുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ നേരെയൊക്കെ ഇട്ടു. കർട്ടനൊക്കെ നന്നായി വിരിച്ചിട്ടിട്ട് നേരെ ഞാൻ ടേബിൾ ഇട്ടു. എന്നാണ് ഞാൻ തുണി കൊണ്ടല്ലേ തുടച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതൊക്കെ ഒരു ടിഷ്യൂ വെച്ച് നന്നായി തുടച്ചെടുത്തു കേട്ടോ. പിന്നെ എനിക്ക് തോന്നി ചെയറിന്റെ അവിടെയൊക്കെ കുറച്ച് മാറാല കാണുന്ന പോലെ കേട്ടോ. കാരണം ചില്ലല്ല ടേബിള്. അപ്പൊ പുറത്തേക്ക് അതിങ്ങനെ കാണുന്ന പോലെ തോന്നി. അപ്പൊ അവിടത്തെയും കൂടി ഞാൻ മാറാലേക്കൊന്ന് തട്ടി ഒതുക്കി വൃത്തിയാക്കി കേട്ടോ. പിന്നെ അതേ വേഗം മാറാലും കരടൊക്കെ അടിച്ചോരി എടുക്കുകയാണ്. തേജുവിന് ഇഞ്ചക്ഷൻ കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്തായാലും ഒരു പനി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ രാത്രി നന്നായി പനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവന്. ഇന്ന് രാത്രി നന്നായി പനിച്ചു, മരുന്ന് കൊടുത്തു കേട്ടോ. അപ്പൊ വലിയ കുഴപ്പമില്ല. പക്ഷെ കാലിന് നല്ല വേദന ഉണ്ട് കേട്ടോ. ആൾക്ക് നടക്കാനൊന്നും പറ്റുന്നില്ലേ. ഞാൻ എടുത്തിട്ട് ഇനിയാട്ടപ്പോൾ നടക്കണത്. അങ്ങനെ ഇതേ എല്ലാം കഴിഞ്ഞ് ഞാൻ അടിച്ചോരലും അതൊക്കെ കോരി കളയിലും പിന്നെ തുടക്കലും ആയിരുന്നു കേട്ടോ. അപ്പൊ ഇന്നലെ നമ്മുടെ മോപ്പ് പൊട്ടിയത് ഞാൻ കാണിച്ചു തന്നൂലോ. അതുകൊണ്ട് എനിക്ക് തുടക്കേണ്ടത് വൻ ടാസ്ക് ആയിരുന്നു കേട്ടോ. മോപ്പ് വാങ്ങിയിട്ടില്ല, ഇനി വാങ്ങണം വേഗം. അല്ലെങ്കിൽ ഇതേ മോപ്പ് വാങ്ങിയില്ലെങ്കിൽ എൻ്റെ അവസ്ഥ ഇങ്ങനെ ഇരിക്കും. ഒരുമാതിരി തടയായിരുന്നു കേട്ടോ ഞാൻ തുടച്ചത്. പിന്നെ എന്തായാലും ബാക്കി ക്ലീനിങ് തേജപ്പന് ക്ലാസ് തുടങ്ങിയതിന് ശേഷം ഞാൻ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ശരിയാവില്ല കേട്ടോ. അപ്പൊ എന്തായാലും ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയതായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്തേക്കണേ. ബൈ.